മദ്യനയത്തിൽ സർക്കാരിനെതിരെ വീണ്ടും വി എം സുധീരൻ. മദ്യനയത്തിൽ താൻ ഒറ്റയാനല്ലെന്ന് സുധീരൻ പറഞ്ഞു. മദ്യനയം അട്ടിമറിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ നിൽപ്പ് സമരം കൊച്ചിയിൽ ആരംഭിച്ചു. ചർച്ചയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ, കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം KCBC പ്രതിനിധി ഫാദർ TJ ആന്റണിയും അല്പസമയത്തിനകം ചേരും. ഏറ്റവും ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണയിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇന്നിപ്പോൾ KCBCയുടെ മുഖപ്രസംഗം, അവരുടെ വാരികയുടെ മുഖപ്രസംഗം വന്നിട്ടുണ്ട്. അതിനകത്ത് മദ്യനയത്തിൽ സുധീരൻ്റെ പക്ഷത്തിനൊപ്പമാണ് തങ്ങൾ എന്നുള്ളത് തുറന്നു പറയുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രീ വി എം സുധീരൻ പറഞ്ഞിരിക്കുന്നു തന്നോടൊപ്പം രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തുമുള്ള ഒരുപാട് പേരുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ളത്. മുഖ്യമന്ത്രി മറ്റൊരു നയവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ തൻ്റെ പിന്തുണയുടെ പ്രഖ്യാപനം ശ്രീ വി എം സുധീരൻ നടത്തുന്നത്. ആർക്കാണ് പിന്തുണ കൂടുതൽ? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മദ്യത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും മദ്യത്തിനെതിരായുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും അതുപോലുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. അത് വ്യത്യസ്ത ധ്രുവങ്ങളിലല്ല. ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമായും ആത്മീയമായും സാംസ്കാരികമായും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ മദ്യനിരോധനം എന്ന ആശയം ഉൾക്കൊള്ളുന്നവർക്ക് അത് തന്നെ നടപ്പിലാക്കണം എന്ന നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയും ഗവൺമെന്റിന്റെ പ്രതിനിധികളും പലതവണ വ്യക്തമാക്കിയതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂടി താല്പര്യങ്ങളും അവരവരുടെ ആവശ്യങ്ങളും കൂടി നിറവേറ്റുവാനും ഉള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ രണ്ട് നിലപാടുകളായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ KPCC അധ്യക്ഷൻ എടുക്കുന്ന ഈ നിലപാട് സമ്പൂർണ്ണ മദ്യനിരോധനത്തിൽ കേരള സർക്കാർ ഓഗസ്റ്റ് മാസം 21 ഐക്യജനാധിപത്യ മുന്നണി യോഗത്തിന് ശേഷം ഗവൺമെന്റിൻ്റെതായി പ്രഖ്യാപിക്കപ്പെട്ട തീരുമാനത്തിൽ നിന്ന് ഒരു അണുവിട പോലും ചലിക്കരുത് എന്ന ആ ഒരു നിലപാട്, അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ കൈക്കൊള്ളുന്ന നിലപാട് തന്നെയാണ്. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. KPCC നിർവാഹക സമിതി യോഗത്തിലടക്കം ഒട്ടനവധി കോൺഗ്രസ് നേതാക്കന്മാർ എടുത്ത നിലപാട് തന്നെയാണ്. പക്ഷേ പ്രായോഗികമായ ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകുവാൻ സാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് നിറവേറ്റുമ്പോൾ മദ്യ നിരോധനത്തിനെതിരാണ് സർക്കാർ എന്ന് പറയുന്നത് ഒട്ടും യുക്തിസഹമായ നിരീക്ഷണമല്ല. അത് അത്തരത്തിൽ രണ്ട് തലത്തിലാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നത് ശരിയുമല്ല. പക്ഷേ രണ്ട് തരത്തിലാണ് നിലപാടുകൾ എന്നുള്ള കാര്യം, ഒരേ തരത്തിൽ ആണ് നിലപാട് എന്ന് കാണിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും മറ്റു പല നേതാക്കളും ശ്രമിച്ചപ്പോൾ അതിനെതിരായി രംഗത്ത് വന്നത് KPCC പ്രസിഡന്റ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എൻ്റെയും സുധീരൻ്റെയും നിലപാടുകളിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുന്നു എന്ന രീതിയിൽ പ്രതികരിച്ചപ്പോൾ അത് ഉടനെ തന്നെ ഇടപെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ തുറന്നു പറഞ്ഞത് അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞത് ശ്രീ വി എം സുധീരനാണ്. അതിനെ തുടർന്നാണ് ഇന്ന് തൻ്റെ പിന്തുണയുടെ കണക്കും കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ബിയർ വൈൻ പാർലറുകൾ തുറക്കുന്നതുമായി സംബന്ധിച്ച ഗവൺമെന്റിന്റെ ആ നയവ്യതിയാനം, അതിനു മുൻപ് ഓഗസ്റ്റ് 23 എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അല്പം മാറ്റം വന്നപ്പോൾ ആ മാറ്റത്തെ അനുകൂലിക്കാത്ത നിലപാടാണ് പ്രസിഡന്റ് എടുത്തതുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. പക്ഷേ ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ കാര്യത്തിൽ ആദ്യം ഇതിനേക്കാൾ ശക്തമായ നിലപാട് എടുത്ത ആളാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഈ പ്രായോഗികതയുടെ കാര്യമൊക്കെ ഇപ്പോൾ പറയുമ്പോൾ അതൊന്നും മനസ്സിലാകാതെ അന്ന് KPCC പ്രസിഡന്റിനൊപ്പം നിന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മാറുമ്പോഴല്ലേ പ്രശ്നമുണ്ടാകുന്നത്? അല്ല, ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ കുറേയൊക്കെ അനിവാര്യമാണല്ലോ. കടംപിടുത്തത്തിലോ വാശിയിലോ മാത്രം ഒരു ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. കേരള ചരിത്രത്തിൽ ഒട്ടനവധി കാര്യങ്ങളിൽ അതത് കാലത്ത് ഗവൺമെന്റുകൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒരു ഉദാഹരണം തന്നെ എടുക്കാം. ശ്രീ VS അച്യുതാനന്ദന്റെ കാലത്ത് മൂന്നാർ ദൗത്യം, മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പുലിക്കുട്ടികളെയും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് അവസാനം അതിൽ നിന്ന് പാടെ ആ ഗവൺമെന്റ് പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ ഗവൺമെന്റുകൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്നതായി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, സവിശേഷത എന്ന് പറയുന്നത്, കേരളത്തിലെ ഗവൺമെന്റ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന നിലപാടിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ തൊഴിലാളികൾ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ കണ്ടീഷൻസ് അംഗീകരിക്കുന്നവർക്ക് മാത്രം ബിയർ വൈൻ. ഈ കാര്യം KPCC പ്രസിഡന്റിന് അത്ര ബോധ്യം വരുന്നില്ല. അദ്ദേഹം ഇപ്പോഴും തൻ്റെ പക്ഷത്തിന് ഇപ്പോൾ നേരത്തെ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ പ്രായോഗികമല്ലാത്ത ആ നിലപാടിന് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അല്ല, അത് അദ്ദേഹത്തിന് പെടുന്നില്ലേ എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി സുതാര്യമായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള കോൺഗ്രസിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഒരു ഉന്നതനായ രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ നിലപാടാണ്, അത് കോൺഗ്രസിന്റെ നിലപാടാണ്, KPCCയുടെ നിലപാടാണ്. അപ്പോൾ KPCC ഒരു ഭാഗത്തും സർക്കാർ വേറൊരു ഭാഗത്തുമാണ് ഈ കാര്യത്തിൽ. അല്ല, അങ്ങനെ പൂർണ്ണമായി രണ്ട് ഭാഗത്താണ് എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായും കോൺഗ്രസിന്റെ നയപരിപാടികൾ നടപ്പിലാക്കേണ്ടത് തന്നെയാണ് സർക്കാർ എന്നത് സത്യമാണ്. എങ്കിലും ഒപ്പം തന്നെ ഗവൺമെന്റ് പ്രവർത്തനക്ഷമമാകുന്ന പ്രായോഗികമായ മാറ്റങ്ങൾ കൂടി വിധേയമാകേണ്ടി വരും. തിരിച്ചെത്താം ശ്രീമതി ബിന്ദുകൃഷ്ണ. ശ്രീ ആന്റണി രാജുവിലേക്ക്. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ എന്തായാലും നാളെ 23 മദ്യശാലകൾ കൂടി പൂട്ടുകയാണ്. നാഷണൽ ഹൈവേയുടെയും മറ്റ് സംസ്ഥാന ഹൈവേയുടെയും ഒക്കെ ഓരത്തുള്ള മദ്യശാലകൾ മാറ്റണം എന്നുള്ള കോടതിയുടെ ഇടപെടൽ ആണ് ഇപ്പോൾ പൂട്ടാൻ തന്നെയുള്ള തീരുമാനവുമായി സർക്കാർ പോകുന്നതിന് കാരണമായിട്ടുള്ളത്. എന്തായാലും പുതിയ ബിയർ വൈൻ പാർലറുകൾ വരുന്നു. ഒപ്പം ഈ 418 ബാറുകൾ തുറന്നാണ് ഈ ബിയർ വൈൻ പാർലറുകൾ വരുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞ മദ്യശാലകൾ പൂട്ടുമ്പോൾ അവിടെ ബാർ മുതലാളിമാർ പറഞ്ഞ, അല്ലെങ്കിൽ ശ്രീ VM സുധീരനൊക്കെ പറയുന്നത് പോലെ പുറമേ നിന്നുള്ള ചില സമ്മർദ്ദങ്ങൾ വിജയിക്കുന്ന ഒരു കാഴ്ചയല്ലേ കാണുന്നത്? ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ KCBC തന്നെ ഇപ്പോൾ ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നത് പോലെ കോഴ ആരോപിച്ചവർ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് മുൻപേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന കാഴ്ച. ഡോക്ടർ ലാൽ, ഇത് ഈ മദ്യനയം ഓഗസ്റ്റ് 21 പ്രഖ്യാപിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ, അന്ന് ഈ കോഴ ആരോപണമൊന്നും ഇല്ലായിരുന്നല്ലോ, അടുത്ത ദിവസം തന്നെ എൻ്റെ ബഹുമാനായ പത്രസുഹൃത്ത് ശ്രീ ജേക്കബ് ജോർജ് നന്നായി ഓർക്കുമായിരിക്കും, അന്ന് ഞങ്ങളുടെ പാർട്ടി അസന്നിഗ്ധമായി പറഞ്ഞു, ഈ നയം ഇത് നിയമപരമായി നിലനിൽക്കാത്തതാണ്, ഗൃഹപാഠം ചെയ്യാത്തതാണ്, ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ കോടതി ഇതിനിടപെടും, അതുകൊണ്ട് ഈ പുതിയ മദ്യനയം കൊണ്ടുവരണം, നന്നായി പഠിക്കണം. ആ റിപ്പോർട്ടുകൾ പിന്നെ പല പഠന റിപ്പോർട്ടുകൾ ഉള്ളപ്പോൾ, ഡോക്ടർ രാമേന്ദ്രൻ്റെ ഉൾപ്പെടെ, ജസ്റ്റിസ് രാമേന്ദ്രൻ ഉൾപ്പെടെ റിപ്പോർട്ടുള്ളപ്പോൾ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഒരു നയമുണ്ടാക്കി 50 വർഷമായി നിലനിൽക്കുന്ന ഒരു തീരുമാനം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയാൽ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാന്യായ ശ്രീ ബിന്ദുകൃഷ്ണ ഒഴിച്ച്, ബിന്ദുകൃഷ്ണയ്ക്ക് അന്നേ അറിയാമായിരുന്നു ഈ അല്പം നയത്തിൽ കാതലായ, ബിന്ദുകൃഷ്ണ ഇപ്പോൾ പറയുന്നത് നയത്തിൽ വലിയ മാറ്റം, നയത്തിൽ കാതലായ മാറ്റം വന്നു, ആർക്കാ സംശയമില്ലാത്തത്. 730 ബാറുകൾ പൂട്ടുമെന്ന് പറഞ്ഞ് ഇപ്പോൾ എവിടെയാണ് നമുക്ക് പൂട്ടാൻ കഴിഞ്ഞത്? 312 ബാറുകൾ പൂട്ടിയ ബാറുകൾ അടുത്ത ദിവസം തുറന്നു കൊടുക്കേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടായില്ലേ? അത് നിസ്സാരമാണ്. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ, ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ സത്യങ്ങൾ നമ്മളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അതല്ലേ സംഭവിക്കുന്നത്. പക്ഷേ അന്ന് ആ കാര്യത്തിൽ ശക്തമായ നിലപാട് ഒരുപക്ഷെ KPCC പ്രശ്നത്തിനേക്കാൾ മുമ്പിൽ എടുത്ത മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ ഈ പിന്നോട്ട് പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അന്നും പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എടുത്തുചാട്ടവും KPCC പ്രസിഡന്റ് പിടിവാശിയുമാണ് ഈ മദ്യനയം വികലമാക്കിയെന്നുള്ളത് അന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നുവെന്ന് ആക്ഷേപം ഉന്നയിച്ച ആളുകൾ ഇപ്പം എന്തായി? ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഞാൻ അടിവരിട്ട് ആവർത്തിച്ച് പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ സമ്മതിച്ചില്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, ശ്രീമതി ബിന്ദുകൃഷ്ണൻ എന്ത് പറഞ്ഞാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മദ്യനയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വന്നതിന് ശേഷം പോലും ബഹുമാനായ ശ്രീ KPCC പ്രസിഡന്റ് പറഞ്ഞ 1-2 വാചകങ്ങൾ ഗവൺമെൻറ് മദ്യ ലോബിയുടെ വഴങ്ങിയിരിക്കുന്നു, മദ്യലോബിക്ക് അടിമപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ വാചകങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു KPCC അധ്യക്ഷൻ ആ മുഖ്യമന്ത്രിയെ മദ്യലോബി വിലയ്ക്ക് വാങ്ങി എന്നുള്ള തരത്തിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരു നയമാണോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതെന്ന് ജനങ്ങൾ ആശങ്കയോടെ ചോദിക്കുമ്പോൾ ഘടകകക്ഷികളായ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളോട് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആശങ്ക നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ കലക്കവെള്ളം ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ പോലും തൻ്റെ കൂടെ ആളുകൾ ഉണ്ട് എന്ന് എണ്ണി പറയാനാണ് രാഷ്ട്രീയ രംഗത്തും മറ്റ് സാമൂഹ്യ രംഗത്തും ഒരുപക്ഷെ KCBCയുടെ തന്നെ ഒരു ഭാഗമൊക്കെ ശ്രീ VM സുധീരനൊപ്പം ഉണ്ട് താനും. അങ്ങനെ ഉള്ള ഒരു കണക്ക് അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം പിന്തുണ അദ്ദേഹത്തിനുണ്ട്? അല്ല, അത് സംബന്ധിച്ചിടത്തോളം KPCCയുടെ അകത്ത പിന്തുണയെ സംബന്ധിച്ച് ഏതാണ്ട് ചിത്രം നമുക്ക് കഴിഞ്ഞ 2-3 മീറ്റിങ്ങുകളോട് വ്യക്തമായി. അതായത്
KPCC ഗവൺമെൻറ് ഏകോപന സമിതിയിൽ പുറത്തു വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ശ്രീ VM സുധീരൻ ഒഴികെ ആരും തന്നെ VM സുധീരൻ നിലപാടിനെ ശരിവെക്കുന്നതായിട്ട് കണ്ടില്ല. രണ്ട്, LUDF യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ ഏതാണ്ട് 7-8 നേതാക്കന്മാർ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെ UDF കൺവീനർ ഉൾപ്പെടെ പഴയ KPCC പ്രസിഡന്റുമാരെല്ലാം പങ്കെടുത്തു. പിന്നെ എക്സൈസ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ KPCC പ്രസിഡന്റിൻ്റെ ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു. ഒരാൾ പോലും അന്ന് KPCC പ്രസിഡന്റിൻ്റെ വാദത്തെ പിന്തുണയ്ക്കാനില്ലായിരുന്നു എന്നുള്ളത് കോൺഗ്രസിനകത്ത് എന്തായാലും പാർലമെന്ററി പാർട്ടി 38 MLA, അതുപോലെ ശ്രീമതി ബിന്ദുകൃഷ്ണയൊക്കെ അന്ന് വളരെ വാചാലമായി 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല മദ്യനയത്തിൽ, KPCC പ്രസിഡന്റ് നയം പൂർണ്ണമായി ശരിയെന്ന് പറഞ്ഞ ബിന്ദുകൃഷ്ണ ഉൾപ്പെടെ ഇന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി എടുത്ത നിലപാടിലേക്ക് ബിന്ദുകൃഷ്ണ ഉൾപ്പെടെ പറയുമായിരിക്കും. എന്തായാലും പഴയ ആ ശക്തി ബിന്ദുകൃഷ്ണയുടെ വാക്കുകളിൽ VM സുധീരനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ കാണുന്നില്ല എന്നാണ് ശ്രീ ആന്റണി രാജു പറഞ്ഞത്. അതിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് ശ്രീ VM സുധീരൻ പറഞ്ഞ ആ വാചകം എടുത്താൽ താൻ ഒറ്റയാനല്ല, തന്നെ അങ്ങനെ ഒറ്റയാനായി ചിത്രീകരിക്കുന്നത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച നടത്താറുണ്ട്. മാധ്യമങ്ങളിൽ വന്ന് VM സുധീരൻ ഒറ്റയ്ക്കാണോ, അദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണയുണ്ട് എന്നൊക്കെ പറയുന്ന ചില മാധ്യമ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നുള്ളൂ. അതിലൊരാളാണ് താങ്കൾ, ശ്രീ ജേക്കബ് ജോർജ്. താങ്കളെ ഒക്കെ ഉൾപ്പെടുത്തിയാണോ ശ്രീ VM സുധീരൻ അങ്ങനെ പറഞ്ഞത്? അല്ല, മാധ്യമങ്ങളെയും നമ്മളെ പോലെയുള്ള ചർച്ച ചെയ്യുന്നവരെയൊക്കെ എന്തിനാ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നേരത്തെ മദ്യം സംബന്ധിച്ച് വളരെ രൂക്ഷമായ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. മദ്യ ലോബി, അതായത് അന്താരാഷ്ട്ര മദ്യ ലോബികൾ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പത്രങ്ങൾ അങ്ങനെ ഒരു ലോബിക്ക് വശംവദരാവുകയോ അങ്ങനെ ഏതെങ്കിലും ലോബിക്ക് വേണ്ടി ശബ്ദമുയർത്തുകയോ ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പത്രപ്രവർത്തകനും പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനുമായിരുന്നു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പത്രപ്രവർത്തകരെ നന്നായിട്ടറിയാം. ഒരു കാരണവശാലും അവർ അങ്ങനത്തെ ഒരു ലോബിക്ക് വശംവദരാകുന്നവരല്ല പത്രപ്രവർത്തകർ, യാതൊരു സംശയമില്ലാതെ ആധികാരികമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാനായിട്ട് എൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ജനങ്ങൾ ഉണ്ണിത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മദ്യ ലോബിയുടെ ആളാണെന്നൊക്കെ. പക്ഷേ എനിക്കറിയത്തില്ല എന്താ ഈ ലോബി എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഒരു നിസ്സാരം കാര്യം, സുധീരന് ഒരു കാര്യം അവതരിപ്പിച്ചു. ഞാൻ ലാൽ തന്നെ അറിയാം, ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. നമ്മൾ രാഷ്ട്രീയം കാണുന്ന ഒരാൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. കേരളത്തിലാകെ കൂടി കോൺഗ്രസിൻ്റെ 39 MLA-മാരാണ്. അവരുടെ യോഗം വിളിച്ചുകൂട്ടി ഒരു MLA വന്നില്ല. അതാര്? TN പ്രതാപൻ. അദ്ദേഹം വിദേശത്തായിരുന്നുകൊണ്ട് TN പ്രതാപൻ ഉണ്ടായിരുന്നുവെങ്കിൽ പങ്കെടുക്കുമായിരുന്നുവെങ്കിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. ഉണ്ട്, അതെ. അപ്പോൾ ഈ 39 MLA-മാരിൽ പങ്കെടുത്ത 38 MLA-മാരും ഉമ്മൻചാണ്ടിയുടെ മദ്യനയത്തിന് പിന്തുണ കൊടുത്തു. സുധീരന് വേണ്ടി സംസാരിക്കാൻ KPCC അധ്യക്ഷനായ VM സുധീരന് വേണ്ടി പറയാൻ ഒരൊറ്റ MLA പോലും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പത്രക്കാർ എഴുതും സുധീരന് ഒറ്റപ്പെട്ടു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ? പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന പിന്തുണ എവിടെ നിന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറയട്ടെ, എൻ്റെ ബലമായ സംശയമാണേ, നാളെ ചിലപ്പം തെറ്റാം. ഞാനിത് എൻ്റെ ഒരു വൈൽഡായിട്ടുള്ള ഒരു കണക്കുകൂട്ടലാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് MNJക്ക് പറഞ്ഞിട്ടുണ്ട് ഡൽഹി ലോബി. ആരാണ് ഈ ഡൽഹി ലോബി എന്ന് പറയുന്നത്? എൻ്റെ ഒരു വലിയ സംശയം AK ആൻ്റണിയുടെ പിന്തുണ VM സുധീരനുണ്ട് എന്നാണ്. അത് എൻ്റെ സംശയം മാത്രമാണ്. അതിന് ഈ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ വിശദീകരിക്കാം. അതായത് ഉമ്മൻചാണ്ടിയെ ഒന്ന് മര്യാദ പഠിപ്പിക്കുക, ഉമ്മൻചാണ്ടി അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകണ്ട എന്നൊക്കെയുള്ള കണക്കൂട്ടിലാവാം. വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം KPCC അധ്യക്ഷൻ ഇപ്പോൾ ഗവൺമെൻറ് പാർട്ടി ഏകോപന സമിതി സംഘടിപ്പിച്ചല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ PJ കുര്യനാണ്. PJ കുര്യൻ രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തിന് സമയമുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ വന്ന് രാഷ്ട്രീയം കളിക്കാൻ? എന്തുകൊണ്ട് PJ കുര്യനെ വെച്ചു? കാരണമുണ്ട്. AK ആൻ്റണിയുടെ അടുത്തയാളാണ് PJ കുര്യൻ. അപ്പം PJ കുര്യൻ ഉമ്മൻചാണ്ടിയുമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അകന്നു നിൽക്കുന്ന ആളുമാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ടുവച്ചതും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ, ഇന്നത്തെ MNJക്ക് പിന്നെ പ്രസ്താവനയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നതെന്ന് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ മാത്രം വ്യക്തിപരമായ
ഒബ്സർവേഷൻ. തീർച്ചയായിട്ടും. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒരുപാട് കാര്യങ്ങൾക്ക് ബിന്ദു കൃഷ്ണയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ വന്ന ആരോപണം പെട്ടെന്ന് പറയേണ്ടതുണ്ട് താനും. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു നിർത്തിയ ശ്രീ AK ആൻ്റണിക്ക് ഈ കാര്യത്തിൽ ശ്രീ VM സുധീരന് നൽകാൻ സാധ്യതയുള്ള ഒരു പിന്തുണയെക്കുറിച്ചാണ്. അതിന് നയപരമായി നോക്കിയാലും ഒരുപക്ഷെ ഒരു സാധ്യത കൂടുതലുണ്ട്. മുൻപ് ചാരായം നിരോധിച്ച ഒരു കോൺഗ്രസ് നേതാവാണ്. ഇത്തരത്തിൽ ആശയപരമായി ഒക്കെ VM സുധീരനൊപ്പം നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാവുന്ന ഒരാളും. സ്വാഭാവികമായി ശ്രീ ഉമ്മൻചാണ്ടി ക്യാമ്പിനോട് ഒരു പ്രതിപത്തി ഇല്ലായ്മയും ആ അർത്ഥത്തിൽ വേണമെങ്കിൽ നോക്കിക്കാണാവുന്നതാണ്. എങ്ങനെ പ്രതികരിക്കും? ഇത്തരം കാര്യങ്ങളെ ആ അർത്ഥത്തിൽ നോക്കിക്കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ കൃത്യമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആൻ്റണി സാറ് മദ്യത്തിനെതിരായിട്ടുള്ള, മദ്യം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന എല്ലാ തിന്മകൾക്കുമെതിരായി എല്ലാ കാലത്തും നിലപാടെടുത്ത ഒരു വ്യക്തിത്വമാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടർന്നു പോകും. പക്ഷേ അതിന് രാഷ്ട്രീയമായി മറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ അതാകാനും വഴിയില്ല. മറിച്ച് നേരത്തെ ഇവിടെ ശ്രീ ആൻ്റണി രാജു സൂചിപ്പിച്ചതുപോലെ എൻ്റെ നിലപാട് എല്ലാ കാലത്തും വ്യക്തിപരമായും സംഘടനാപരമായും മദ്യത്തിനെതിരായുള്ള ശക്തമായ നിലപാട് തന്നെയാണ്. ആ നിലപാട് എടുക്കുന്നത് കൊണ്ട് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന് അർത്ഥമില്ല. പക്ഷേ ഒരു ഗവൺമെൻറ് എനിക്കങ്ങനെ നിലപാടെടുക്കാം, KPC പ്രസിഡന്റ് അതിനേക്കാൾ ശക്തമായ നിലപാടെടുക്കാം, KCBCക്ക് എടുക്കാം. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രായോഗികമായ ചില സമയത്ത് എൻ്റെ അക്കാര്യത്തിൽ എൻ്റെ വളരെ വ്യക്തമായ നിലപാട് അപ്രായോഗികതകളെ പ്രായോഗികതയിലേക്ക് കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി രാഷ്ട്രീയ നേതൃത്വം കാണിക്കണമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം ഒരു ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമായി വരുമ്പോൾ അനിവാര്യമായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ ഗവൺമെന്റ് നിർബന്ധിതമാകും. ഇവിടെ ഘടകകക്ഷികൾക്ക് മാത്രമല്ല ജനങ്ങളോട് മറുപടി പറയാനുള്ളത്. തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത് സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. ആ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് കോൺഗ്രസ് എടുത്തൊരു തീരുമാനമല്ല. മറിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് പറഞ്ഞത് അതുപോലെ തന്നെ നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് UDF ഗവൺമെന്റ് എടുത്തത്. അത് പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി. പക്ഷേ ആ കാര്യത്തിൽ VM സുധീരന് ഒപ്പം നിന്ന മുഖ്യമന്ത്രി പിന്നീട് പിന്മാറുമ്പോൾ ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്? മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? കാരണം അദ്ദേഹം നേരത്തെ 730 ബാറുകൾ പൂട്ടുന്നതിന് വേണ്ടി പറഞ്ഞ ആളാണ്. ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറുമ്പോൾ പോലും മദ്യ നയത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് എങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാനാവും? 730 ബാറുകൾ പൂട്ടുന്ന കാര്യത്തിൽ നിന്ന് കേരളത്തിലെ ഗവൺമെന്റ് പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ നമുക്ക് കാണാൻ കഴിയും ജനാധിപത്യത്തിന്റെ 3 നെടുംതൂണുകളായ ജുഡീഷ്യറിയും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും അതുപോലെ എക്സിക്യൂട്ടീവ്, ആ കാര്യത്തിൽ എക്സിക്യൂട്ടീവ് എടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളെ ഒരു പരിധിവരെ ജുഡീഷ്യറി ബൈപ്പാസ് ചെയ്യുന്ന ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളുടെ നിർബന്ധം മൂലം ചെയ്യുമ്പോഴും ഇന്നെന്താ ഗവൺമെന്റ് അടച്ചുപൂട്ടാൻ ബിവറേജ് ഔട്ട്ലെറ്റുകളും കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റും അടച്ചുപൂട്ടാൻ ജുഡീഷ്യറിയുടെ ഒരു ഇടപെടൽ കൊണ്ടല്ലോ. ജുഡീഷ്യറി പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് മാറ്റി മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ബാർ മുതലാളിമാരുടെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് ആരുടെ സമ്മർദ്ദമെന്ന് ശ്രീ VM സുധീരനെ പിന്തുണയ്ക്കുന്ന ചില ആളുകൾക്ക് സംശയമുണ്ടാകുന്നത്. KCBCയുടെ തന്നെ മദ്യവിരുദ്ധ സമിതിയും ഒക്കെ അതാണ് പറയുന്നത്. എന്തിനേയും ബാർ മുതലാളി ബിവറേജസ് ഔട്ട് കഴിഞ്ഞ തവണ 730 ബാറുകൾ അടയ്ക്കാനുള്ള ഗവൺമെന്റ് തീരുമാനമെടുത്ത ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യൻ്റെ ഈ സർക്കാരിന്റെ മുഴുവൻ തുറന്നു വെച്ചിട്ട് എന്തിനാ ഈ ബാറുകൾ അടച്ചുപൂട്ടുന്നതെന്ന്. സർക്കാരിൻ്റെയും ഒപ്പം ബാറുകളെയും മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനത്തിനുള്ള പടിയിലേക്ക് നടന്നെടുക്കുക അല്ലെങ്കിൽ ആ പാതയിലേക്ക് മുന്നോട്ട് പോവുക എന്നതാണ് ഗവൺമെന്റ് നയമെന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയാലും ആരോപണങ്ങൾ മറ്റു രീതിയിൽ വരും. ഈ കാര്യത്തിൽ ശ്രീ ആന്റണി രാജു നേരത്തെ പറഞ്ഞത് VM സുധീരനെ മനസ്സിലാക്കിച്ചു കൊടുത്താൽ മതി, കാര്യം തീർന്നു. അദ്ദേഹമാണ് മറ്റുള്ളവരുടെ പിന്തുണ ആർജിച്ച് അവരെ കൂടി പ്രശ്നത്തിൽ ഇറക്കുന്നത്, നിൽപ്പ് സമരത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത് എന്നാണ് ചിലർ പറയുന്നത്. ജനാധിപത്യത്തിൽ കൃത്യമായി കറക്റ്റീവ് ഫോഴ്സുകൾ ഉണ്ടാകണമല്ലോ. തീർച്ചയായും ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങളെന്ന് നമ്മൾ ഇവിടെ ഈ ചർച്ചയിലൂടെ വിലയിരുത്തുന്ന ശബ്ദങ്ങൾ തന്നെയാണ് നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്, ഗവൺമെന്റിനെയും സമൂഹത്തെയും നയിക്കുന്നത്. നമുക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ കേവലമായ രാഷ്ട്രീയ ലാഭത്തിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടന ഒരു കറക്റ്റീവ് ഫോഴ്സായി സംസ്ഥാനത്തെ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളിലൊക്കെ ഇടപെടുന്നത് പോലെ മാത്രമേ KPCC പ്രസിഡന്റിന്റെയും KPCCയുടെയും ഇടപെടലിനെ കാണേണ്ടതുള്ളൂ. ശ്രീമതി ബിന്ദു കൃഷ്ണ, KPCCയുടെയും KPCC പ്രസിഡന്റിന്റെയും ഇടപെടലിൽ കൃത്യമായി കേരളത്തിലെ ഗവൺമെന്റ്
ഗവൺമെന്റ് മുന്നോട്ട് നയിക്കുന്നത് തന്നെയാണ്. പക്ഷേ പൂർണ്ണമായ ആ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചാൽ മുഖ്യമന്ത്രി ഇന്ന് പല ഇന്റർവ്യൂകളിലും വ്യക്തമാക്കിയതുപോലെ തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള കമ്പൽഷൻസും പരിഗണിക്കേണ്ടതാണ്. അത് തന്നെയാണ് അതിനുള്ള കൃത്യമായ മറുപടി. കൃഷ്ണയ്ക്ക് മനസ്സിലായ ആ ഭാഗം എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സാമാന്യ ജനങ്ങളുടെ ചോദ്യം. ബിന്ദു കൃഷ്ണ പോലും മാറി, പക്ഷെ KPCC പ്രസിഡന്റ് ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ 38 MLA മാർക്കും ഉമ്മൻചാണ്ടിക്കും ക്യാബിനറ്റിലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് മനസ്സിലാകുന്നില്ല എന്ന മറുചോദ്യം കൂടിയുണ്ട്. ശ്രീ ആന്റണി രാജു, അങ്ങനെ ബിന്ദു കൃഷ്ണയെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ തൻ്റെ പക്ഷത്തു നിന്ന് ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആശയപരമായിട്ടെങ്കിലും അതിനോട് യോജിക്കാത്തൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, ശ്രീ VM സുധീരൻ പറയുന്നു എൻ്റെ പക്ഷത്തെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് UDFന് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്ന് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ശക്തി വീണ്ടും കുറയുകയല്ലേ KPCC പ്രസിഡന്റ് ഇങ്ങനെ ശക്തമായി സർക്കാരിൻ്റെ നയത്തെ എതിർക്കുമ്പോൾ? അല്ല, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഭിന്നമായ രണ്ട് അഭിപ്രായങ്ങളുമായി മുമ്പോട്ട് പോയാൽ KPCC പ്രസിഡന്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊരു നിസ്സാര കാര്യമായി അല്ലെങ്കിൽ ഇത് ഭിന്നമായൊരു അഭിപ്രായമായി മാത്രം ലഘൂകരിച്ച് ശ്രീമതി ബിന്ദു കൃഷ്ണ പറയുന്നത് പോലെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്നൊരു വിഷയമല്ലത്. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് ഇതിനകത്ത് വലിയ രാഷ്ട്രീയമുണ്ട്. ഇതൊരു കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുമായി ബന്ധമുള്ള ഒരു സുപ്രധാനമായ വിഷയത്തിലെ നയപരമായൊരു തീരുമാനമാണ്. അതിൽ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നു, രണ്ട് തട്ടിൽ നിന്ന് അഭിപ്രായം പറയുന്നു എന്ന് പറയുമ്പോൾ അത് വ്യക്തമായൊരു ചേരിതിരിവ് കോൺഗ്രസിനകത്തുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അത് നമുക്കാരും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് നാവടയുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റ് മറുപടിയായി പറയുന്ന പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു 6-ാം തീയതിയുള്ള യോഗത്തിൽ കാണാം. അപ്പോൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി KPCC പ്രസിഡന്റിനെ ഒഴിവാക്കിക്കൊണ്ട് MLA-മാരെ വിളിച്ചു കൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കഴിഞ്ഞ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല എന്നിരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടിലേക്ക് MLA-മാരെ മാത്രം വിളിച്ചു കൂട്ടി KPCC പ്രസിഡന്റ് ഒഴിവാക്കിക്കൊണ്ട് പോകുന്നു? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഏകോപന സമിതി വിളിച്ചുകൂട്ടി എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയുന്നു? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബിന്ദു കൃഷ്ണ, ഇത് UDFിലെ എല്ലാ കക്ഷികളെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ ഇങ്ങനെ അതിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളിതൊക്കെ സത്യം പറയുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും ഐക്യമുന്നണി നിൽക്കുമ്പോൾ ഇതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് കൂടെ ബാധ്യതയില്ലേ? അവരെ വെറുതെ ഇടതുപക്ഷം എന്ന് വിളിക്കണ്ട, UDFിലെ ഇടതുപക്ഷം എന്ന് കരുതിയാൽ മതി. അല്ല, അങ്ങനെ UDFിലെ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. ഈ സംഭവത്തെ മദ്യത്തെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും കാണുന്നതാണല്ലോ. സ്ഥിരം മദ്യപാനികൾ പോലും തങ്ങളുടെ മക്കൾ മദ്യപിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എത്രയോ പേര് ഈ മദ്യവുമായി ബന്ധപ്പെട്ട ശ്രീമതി ബിന്ദു കൃഷ്ണ, അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരും മദ്യത്തിനെ അനുകൂലിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഇതാ മദ്യനയം ഘട്ടം ഘട്ടമായി കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നു. ആലോചനയുടെ തുടക്കം ഇവിടെ പറഞ്ഞതാണ്, വിശദീകരിച്ചതാണ്. ആരാണ് ആദ്യം മുമ്പിൽ എന്നുള്ളത് ആ രാഷ്ട്രീയം എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഇതാ ജനുവരി 1-ാം തീയതി 2015 ഇന്ന് നടന്നിരിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി പറയുന്നു ഈ നയവുമായി മുന്നോട്ട് പോകും. ഇത് 6-ാം തീയതി കാണാമെന്ന് VM സുധീരൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് പ്രശ്നം. പാർട്ടിയുടെ പ്രസിഡന്റ് UDFന് താങ്ങാനാവില്ല. അതിലൊരു ഘടകകക്ഷിയുടെ നേതാവാണ് ശ്രീ ആന്റണി രാജു. തീർച്ചയായും ശ്രീ ആന്റണി രാജുവിനെയോ അദ്ദേഹത്തെ ഉയർത്തുന്ന ആ ഒരു ആശയം, അതിനോടൊക്കെ ഒരു ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമെന്ന നിലയിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തമാണ്. ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ മദ്യത്തിനെതിരായിട്ടുള്ള ഇപ്പോൾ ഈ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുവാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോൾ അതിനെ പ്രായോഗികതയുടെ പേരിൽ അംഗീകരിക്കുന്നില്ല. ആശങ്കയോടെയാണ് ഞങ്ങളെപ്പോലുള്ളവർ നോക്കിക്കാണുന്നത്. പലതരത്തിലാണ് ആളുകളെ മദ്യത്തിലേക്ക് ആകർഷിക്കുന്ന വഴിയായി മാറാതിരിക്കുവാൻ ഗവൺമെന്റ് കൃത്യമായ ഇടപെടൽ നടത്തണം. അതായത് ചാരായം നിരോധിച്ചപ്പോൾ അതിന് ശ്രീ ആന്റണി രാജു തുടക്കത്തിലും പറഞ്ഞ അത് തന്നെയല്ലേ അവരും ആവശ്യപ്പെട്ടത്? ശക്തമായ മദ്യനയം കൊണ്ടുവരണം, ആലോചിച്ച് ചെയ്യണം. ഇതിന് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഒറ്റയടിക്ക് നടപ്പിലാക്കിയാൽ കോടതിയിൽ ഇടപെടലുകൾ ഉണ്ടാകും. അത് ആലോചിക്കാതിരുന്നത് എന്തുകൊണ്ട്? അന്ന് തെറ്റിപ്പോയില്ലേ? അതല്ലേ ഇപ്പോൾ ഏറ്റു പറയേണ്ടത്? അല്ല, ശ്രീ ആന്റണി രാജുവിന്റെ പാർട്ടി അടക്കമുള്ളവർ മുന്നണിയിലുണ്ടല്ലോ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ എല്ലാ പാർട്ടികളും ഉള്ളതാണല്ലോ. ഞാനൊന്നോട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ കുറ്റസമ്മതം അദ്ദേഹം നടത്തിയില്ല. അദ്ദേഹം പറഞ്ഞ എന്താ? ഇതെന്റെ മാത്രം തീരുമാനമാണ്, ഇതെന്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ ആരോടും ആലോചിക്കാതെ പ്രഖ്യാപിച്ചതാണ്, ഞാൻ അതിന്റെ മദ്യനയത്തിന്റെ സുപ്രധാനമായ കാര്യത്തിലാണ് പറഞ്ഞത്. ഡ്രൈഡയുടെ കാര്യത്തിൽ തന്നെയാണ്. ഡ്രൈഡയുടെ കാര്യം മാത്രമല്ലോ, ഈ 418 ബാറുകളുടെ ഈ 312 ബാറുകൾ അടയ്ക്കണമെന്ന് ഏത് പാർട്ടി KPCC തീരുമാനിച്ചു? ഇല്ലല്ലോ.
KPCCയുടെ അഭിപ്രായം ചോദിച്ചോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഘടകകക്ഷിയുടെ അഭിപ്രായം ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഡ്രൈഡേയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ 312 ബാറുകളുടെ കാര്യത്തിലും നമുക്കെല്ലാം അറിയുന്നതല്ലേ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണെന്ന്. KPCC എക്സിക്യൂട്ടീവ് മെമ്പറായ എൻ്റെ ബഹുമാന്യായ സുഹൃത്ത് ശ്രീമതി ബിന്ദു കൃഷ്ണയോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, ശ്രീമതി ബിന്ദു കൃഷ്ണ പങ്കെടുത്ത KPCC യോഗത്തിൽ 318 ബാറുകളെ കുറിച്ച് ചർച്ച ചെയ്തോ? തീരുമാനമെടുത്തോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഘടകകക്ഷികളുടെ മേൽ പഴിചാരണ്ട. ശ്രീമതി ബിന്ദുകൃഷ്ണ ചോദിച്ചു, ഘടകകക്ഷികളെല്ലാം കൂടെ ആലോചിച്ചല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഘടകകക്ഷികളുടെ മേൽ പഴിചാരുന്നത് ശരിയല്ല. അല്ല, അങ്ങനെ ഒരു ഘടകകക്ഷിയുടെ മേളിലും വയ്ക്കുന്നത് എന്നതിനപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനമാണ്. ആ മുന്നണി യോഗത്തെ ചർച്ച ചെയ്തതാണല്ലോ. താങ്കൾ അടക്കമുള്ള ആളുകളുടെ പ്രതിനിധികളുള്ള യോഗത്തെ തന്നെയാണല്ലോ ചർച്ച ചെയ്തത്. മാത്രവുമല്ല 2013 ഇത്തരം നിലപാടെടുക്കുമെന്ന് ഈ ഗവൺമെന്റ് ആദ്യം തന്നെ തീരുമാനിച്ചതല്ലേ. ബിന്ദുകൃഷ്ണ, 418 ബാറുകൾ അടയ്ക്കുന്ന കാര്യത്തിൽ KPCC എക്സിക്യൂട്ടീവ് യോഗം കൂടിയാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ തിരുത്തി വീണ്ടും ബിയർ വൈൻ പാർലറുകൾ തുടങ്ങാൻ വേണ്ടിയുള്ള തീരുമാനവുമായി തുറക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതവിടെ ചർച്ച ചെയ്യേണ്ടതല്ലേ? അല്ല, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന യാതൊരു തടസ്സവുമില്ല. പാർട്ടി വളരെ കൃത്യമായി പാർട്ടിയുടെ നയങ്ങളും സമീപനങ്ങളും ഒക്കെ തന്നെ ഗവൺമെന്റിനെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിന് എടുക്കാവുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം എടുക്കുന്നത് തെറ്റില്ല. സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ശ്രീ ജേക്കബ് ജോർജ് പോകുന്നതിന് മുമ്പ് ശ്രീമതി ബിന്ദുകൃഷ്ണയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ കാര്യത്തിൽ ശ്രീമതി ബിന്ദുകൃഷ്ണയെ കുഴപ്പത്തിലെത്തിക്കുകയല്ല. ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പ്രതികരിക്കാതിരുന്നാൽ മതി. ഇതിൽ ഏത് പക്ഷത്താണോ? ശ്രീ VM സുധീരന്റെ KPCCയുടെ പക്ഷത്താണോ അതോ സർക്കാരിന്റെ പക്ഷത്താണോ? താങ്കൾക്ക് ഒരു പക്ഷം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടി വന്നാൽ എവിടെയാണ് താങ്കൾ? വളരെ കൃത്യമായി സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് വേണ്ടിയുള്ള ഏത് വാക്കിനെയും ഏത് പ്രവൃത്തിയെയും പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു, അതായത് ശ്രീ VM സുധീരന്റെ കൂടെയാണ് ശ്രീമതി ബിന്ദുകൃഷ്ണ. അങ്ങനെ ശ്രീ VM സുധീരൻ KPCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞങ്ങളുടെ അങ്ങേയറ്റം എല്ലാവരുടെയും കൂടെയാണ് കോൺഗ്രസ് പാർട്ടി. അല്ല, അത് അങ്ങനെ പറയുമല്ലോ. കൃത്യമായ നിലപാടുകൾ എടുക്കുന്നവരെ അങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ അല്ല, എന്നെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഗവൺമെന്റിന്റെ നയപരിപാടികൾ എതിർപ്പുകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഗവൺമെന്റ് പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രിയുടെ ലൈൻ കറക്റ്റ് ആണെന്നുള്ളത് തന്നെയാണ്. ഇതാണ് മിക്കവാറും കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, അത് മാത്രമാണ് താങ്കളുടെയും പുറത്തു വന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഞാനതിനെ വ്യക്തമായ മറുപടി പറയാം. ബിന്ദുകൃഷ്ണയ്ക്ക് ബിന്ദുകൃഷ്ണയുടെ അഭിപ്രായം പറയാൻ ചാനലിൽ കൂടെയാണെങ്കിലും കോൺഗ്രസ് ഫോറങ്ങളിലാണെങ്കിലും പറയാനുള്ള അവകാശം ഉണ്ട്. ആ ബിന്ദുകൃഷ്ണ ഈ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ബിന്ദുകൃഷ്ണയ്ക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അഭിപ്രായം പറയാൻ ശക്തിയുണ്ട്, ശേഷിയുണ്ട്. അത് പറയണം. ഞാനതിനെ എതിർക്കുന്നു. ബിന്ദുകൃഷ്ണയ്ക്ക് പറയാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. അതിനുവേണ്ടി എല്ലാ പിന്തുണയും ഞാൻ കൊടുക്കും. പക്ഷേ കോൺഗ്രസ്സുകാരെല്ലാവരും ബിന്ദുകൃഷ്ണയെ പിന്തുണയ്ക്കുമോ ഈ കാര്യത്തിൽ? സിമ്പിൾ ചോദ്യമല്ലേ ബിന്ദുകൃഷ്ണ? ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ കിടന്ന് അട്ടഹസിച്ചവരെ ഒന്നും കാണുന്നില്ലല്ലോ. ആരെയാ പേടി? കോൺഗ്രസ്സുകാർക്ക് ഗ്രൂപ്പുകളെ പേടിയാ, കോൺഗ്രസ്സുകാർക്ക് നേതാക്കന്മാരെ പേടിയാ. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുടെ വായ അടച്ചിരിക്കുന്നു ഇപ്പോൾ. എന്താണ് കാര്യം? അത് ഓരോ ഗ്രൂപ്പിൻ്റെ അധിപന്മാർ, യജമാനന്മാർ കോൺഗ്രസ്സുകാരെ ക്രൂശിക്കും. ബിന്ദുകൃഷ്ണയെ ആരും ക്രൂശിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ട ബിന്ദുകൃഷ്ണ, എൻ്റെ എല്ലാ ശ്രീ ജേക്കബ് ജോർജ്, അതായത് ആ പറയുന്നതിനകത്ത് നിന്ന് ഇപ്പോൾ വായിച്ചെടുക്കേണ്ടത് ഈ പറഞ്ഞ പല വക്താക്കളെയും കാണുന്നില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ്. ചർച്ചയ്ക്ക് പോലും പലർക്കും എന്തോ ഭയമുള്ളതുപോലെ, ഏതോ ഭാഗത്തെ പേടിക്കുന്നത് പോലെ, ഒരു ഗ്രൂപ്പ് ചർച്ചൻ്റെ ഭാഗത്ത് പോലും നിൽക്കുന്നില്ല എന്ന്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ നമ്മൾ ഓർക്കുന്നു. ശ്രീ VM സുധീരൻ്റെ ശക്തമായ നയം നമ്മൾ ഓർക്കുന്നു. ഇപ്പോൾ ശ്രീ VM സുധീരനെ പേടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അദ്ദേഹം അശക്തനാകുന്നു, പിന്തുണ അദ്ദേഹം പറയുമ്പോഴും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ ഒരു മാറ്റം തന്നെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യത അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കാണാം. അത് മനസ്സിലാക്കുന്നവരാണോ ഇപ്പോൾ ഈ വക്താക്കളൊക്കെ? അല്ലല്ല, ഈ നേരത്തെ മദ്യത്തിനെതിരെ വക്താക്കളാക്കി വന്നവർ എവരെന്തിനാ വന്നേ? അവർ VM സുധീരനെ പിടിച്ചാ വന്നത്. അല്ലെങ്കിൽ സുധീരൻ കൊല്ലും, അങ്ങപ്പുറത്ത് എതിരായിട്ട് വല്ലതും പറഞ്ഞാൽ അവർ കൊല്ലും. ഇത് കോൺഗ്രസ് അതുപോലെ ആയിരിക്കുന്നു. ഗ്രൂപ്പുകളുടെ അതിപ്രസരം, ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ഒരു വളർച്ച. ബാലൻസ് ചെയ്യുന്നുണ്ട്. അല്ലല്ല, ബാലൻസ് ചെയ്യും, അങ്ങനെ പറയാവൂ ബിന്ദുകൃഷ്ണ. അതുകൊണ്ട് ബിന്ദുകൃഷ്ണ നല്ലൊരു നേതാവാണ്. ബിന്ദുകൃഷ്ണയ്ക്ക് കോൺഗ്രസിൽ ഒരു കോട്ടവും തട്ടരുത്. അതുകൊണ്ട് ബിന്ദുകൃഷ്ണനെ ആരും ക്രൂശിക്കരുതെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ബിന്ദുകൃഷ്ണ ധൈര്യമായിട്ട് വർത്തമാനം പറഞ്ഞു. തീർച്ചയായിട്ടും. എന്തായാലും സമയത്തിന്റെ പരിമിതിയാണ്, ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനെ ഒന്നുകൂടി അടിവര ഇടുകയാണ്. ശ്രീമതി ബിന്ദുകൃഷ്ണയെ ക്രൂശിക്കേണ്ടത്
കൂട്ടേണ്ടതില്ല. അതുപോലെ UDF-ന് അകത്ത് തന്നെയുള്ള ഇടതുപക്ഷമാണ് ശ്രീ ആന്റണി രാജു, പുറത്തെ ഇടതുപക്ഷത്തെ കൂട്ടേണ്ടതില്ല. ശ്രീ ജേക്കബ് ജോർജ് ഉണ്ടാക്കിയ ഒരു ഒറ്റയാൻ ഒരു ഫ്രേസ് അല്ല ശ്രീ VM സുധീരൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഒരുപക്ഷെ KPCC സർക്കാർ ഏകോപന സമിതിയുടെ 6-ാം തീയതിത്തെ ചർച്ച കഴിയുമ്പോൾ മാത്രമാണ് വ്യക്തമാകുക. അതിനു മുമ്പുള്ള ഒരുപാട് തെളിവുകൾ നിരത്തുമ്പോഴും എന്തായാലും ആ ചർച്ച അന്നത്തേക്ക് കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആന്റണി രാജു, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീമതി ബിന്ദു കൃഷ്ണ. വിശാഖപട്ടണത്ത് ചേരുന്ന 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPIM ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ആലപ്പുഴ ചാരുമൂട്ടിലെ PK ചന്ദ്രാനന്ദൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മാനന്തവാടി P കുഞ്ഞിക്കണ്ണൻ നഗറിൽ മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗം PA മുഹമ്മദ് പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവും MLA-യുമായ ശ്രീ പ്രദീപ് കുമാർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ, തിരുവനന്തപുരത്ത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ SR ശക്തിധരൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ പ്രദീപ് കുമാറിലേക്ക്. ശ്രീ പ്രദീപ് കുമാർ, CPM സമ്മേളനങ്ങൾ മാധ്യമങ്ങളുടെ ചർച്ചയിലാണ് ഇന്നിപ്പോൾ. എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങളെല്ലാം ഇത് നോക്കി ഇരിക്കുന്നതാണ്. സമ്മേളനങ്ങൾ പാർട്ടി പിടിച്ചടക്കാനുള്ളതാണ്, അതല്ലെങ്കിൽ അതിനകത്ത് മുഴുവൻ തർക്കങ്ങൾ മാത്രമാണ്. എന്താണ് പാർട്ടി സമ്മേളനങ്ങളിൽ സാധാരണ നടക്കുക? സാധാരണഗതിയിൽ 3 വർഷം കൂടുമ്പോഴാണ് പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ മേലോട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത്. അത് 3 വർഷം കൂടുമ്പോൾ ചേരുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ അതിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം, അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതെല്ലാം നടന്നു വരുന്നത്. നേരത്തെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിച്ച രാഷ്ട്രീയ നയം പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാനായി, അതിനകത്ത് വല്ല പോരായ്മയുണ്ടായോ എങ്കിൽ ആ ദൗർബല്യങ്ങൾ പരിഹരിച്ച് എങ്ങനെ ഭാവിയിലുള്ള പാർട്ടി പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനാകും, ഈ കാര്യങ്ങളെല്ലാമാണ് പൊതുവായി ഈ സമ്മേളന കാലയളവിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. സാധാരണഗതിയിൽ ഈ സമ്മേളനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശേഷം CPIM-ൻ്റെയൊക്കെ സമ്മേളനത്തിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, അതിൻ്റെ സമ്മേളനത്തിൻ്റെ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമായിട്ടും ലോകത്തെയും ഇന്ത്യക്കകത്തെയും നാം ജീവിക്കുന്ന ചുറ്റുപാടിലുമുള്ള സാമൂഹ്യ രാഷ്ട്രീയ പരിതസ്ഥിതികളെ സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗം വരും. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ അതാത് ഘടകങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറിമാർ അവതരിപ്പിക്കും. ആ പൊളിറ്റിക്കൽ റിപ്പോർട്ടിനെയും പ്രവർത്തന റിപ്പോർട്ടിനെയും ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ച അതിനകത്ത് പാർട്ടി സമ്മേളനത്തിനകത്ത് നടക്കും. അത് ഓരോ ഇപ്പോൾ ജില്ലാ സമ്മേളനമാണെങ്കിൽ ഓരോ ഏരിയയിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം അവരാദ്യം ഓരോ ഏരിയ അടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്ത് പൊതു ചർച്ചയിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ചു. അത് സമ്മേളനങ്ങളിൽ ഉന്നയിക്കും. അതിൽ വിമർശനങ്ങളുണ്ടാകും, സ്വയം വിമർശനമുണ്ടാകും, അതുപോലെ നിർദ്ദേശങ്ങളുണ്ടാകും, പാർട്ടിയുടെ മുമ്പോട്ട് പോക്കിന് സഹായകരമാകുന്ന അഭിപ്രായ പ്രകടനങ്ങളുണ്ടാകും. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് ഈ പ്രധാനമായിട്ട്. പിന്നെ ആ ഡിസ്കഷന് സെക്രട്ടറിയും അതുപോലെ ഉപരി കമ്മിറ്റികളിൽ നിന്ന് പങ്കെടുക്കുന്നവരും ഒക്കെ തന്നെ നൽകുന്ന വിശദീകരണം, അതിനെ തുടർന്ന് പുതിയ കമ്മിറ്റിയെയും ഓരോ കമ്മിറ്റിയെയും നയിക്കേണ്ട സെക്രട്ടറിയെയും തികച്ചും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്നൊരു പ്രക്രിയ, ഇതൊക്കെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടും സാമൂഹ്യ ജീവിതവും ഒക്കെ നേരിടുന്ന സുപ്രധാനമായ പല പ്രശ്നങ്ങളും ആസ്പദമാക്കിക്കൊണ്ട് ചിലപ്പോൾ പ്രമേയങ്ങൾ അംഗീകരിക്കും. ഇതാണ് സാധാരണ ഒരു സംസ്ഥാന തലം വരെയുള്ള സമ്മേളനങ്ങളിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ പ്രദീപ് കുമാർ, ഒരുപക്ഷെ ഇപ്പോൾ 2 ജില്ലാ സമ്മേളനങ്ങളാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്, ആലപ്പുഴയിലും വയനാട്ടിലും. ഇവിടെ നിന്ന് ചില മാധ്യമങ്ങളിലൊക്കെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഭൂസമരങ്ങളുടെ കാര്യത്തിലെടുത്ത ചില നിലപാടുകളിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ചില വ്യത്യസ്ത നിലപാടുകൾ പാർട്ടി മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചർച്ചയുടെ ഭാഗമായി വരുന്നത് പുറത്തേക്ക് വന്ന് വലിയ ചർച്ചകളായി മാറുന്നു എന്നുള്ളതല്ലാതെ ഇതൊക്കെ സ്വാഭാവികമായി ചർച്ചയിൽ വരും എന്നുള്ളത് കൊണ്ട് വരുന്നത് തന്നെയല്ലേ? അതോ പാർട്ടി പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായി ഇതൊക്കെ ഒരു ഭാഗത്ത് കൂടിയിരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്ത് ആളെ കൂട്ടുന്നു എന്നൊക്കെയുള്ള ധാരണ എത്രത്തോളം ശരിയാണ്? അല്ല, ഇതിനകത്ത് ഈ മാധ്യമങ്ങളിൽ ചിലർ ഈ പാർട്ടി പിടിച്ചടക്കുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ. പാർട്ടി ആര് പിടിച്ചടക്കാനാണ്? പാർട്ടിയുടെ നേതൃത്വത്തെ നിശ്ചയിക്കുന്നത് പാർട്ടി അംഗങ്ങളാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളാണ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്.
അതേപോലെ തന്നെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതെല്ലാം കമ്മിറ്റിയാണ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. അത് പൊതുവേ എല്ലാ സന്ദർഭങ്ങളിലും ഏകകണ്ഠമായിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം നിലവിലുള്ളൊരു കമ്മിറ്റിയാണ് പുതിയൊരു കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിക്കുന്നത്. അത് എല്ലാ വശവും ചർച്ച ചെയ്തിട്ടാണ്. അതായത് ഈ ഭാവിയിലെ പാർട്ടിയെ നയിക്കാൻ എല്ലാ നിലയിലും യോഗ്യരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുന്ന പാനൽ അവതരിപ്പിക്കും. അത് ഏകകണ്ഠമായിട്ട് അംഗീകരിക്കപ്പെടും. ഇനി ചില സന്ദർഭത്തിൽ വോട്ടെടുപ്പ് ഉണ്ടാവാം. അതിലും അസ്വാഭാവികം. അത് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ആളെ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കാം കമ്മിറ്റിയെ. അതിനുള്ള അവകാശമുണ്ട്. അതൊന്നും ഈ പാർട്ടിക്കകത്ത് നിഷേധിക്കുന്നില്ല. മറ്റൊന്ന്, ഇവിടെ പറയുന്ന ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നിലപാടുകളെ സംബന്ധിച്ചോ അതിശക്തമായി വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവകാശം പാർട്ടിക്കകത്തുണ്ട്. അതോടൊപ്പം ഓരോരുത്തരും കഴിഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ചെയ്തികളെക്കുറിച്ചുള്ള സ്വയം വിമർശനം നടത്തണം എന്നുമുണ്ട്. ഇങ്ങനെ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം കരഗതമായൊരു ശൈലിയാണ്, വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെതുമായ രീതി. അത് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയുന്നതല്ല. തീർച്ചയായും തിരിച്ചെത്താം ശ്രീ പ്രദീപ് കുമാർ. ശ്രീ SR ശക്തിധരൻ, താങ്കളും ഇതുമായി ബന്ധപ്പെട്ട 2 ചർച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചകളിലൊക്കെ തന്നെ ഇപ്പോൾ ശ്രീ പ്രദീപ് കുമാർ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ വരുന്ന സ്വയം വിമർശനങ്ങൾ, അതല്ലെങ്കിൽ പുറത്തെ സ്ഥിതിഗതികളെക്കുറിച്ചുണ്ടാകുന്ന ചർച്ചകളെ തുടർന്നുണ്ടാകുന്ന വിമർശനങ്ങളും സ്വീകരിക്കേണ്ട നിലപാടുകളും, അതിന് ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ച് അതിനെ എല്ലാവരും കൂടി ചേർന്ന് അടുത്ത 3 വർഷത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥിതി, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചർച്ചകളെ എവിടെയെങ്കിലും എടുത്ത് അതിനെ വിമർശിക്കുന്ന ഒരു കാര്യമാണോ ഉണ്ടാകുന്നത്? അത് എത്രത്തോളം അത്തരം ഒരു നിരീക്ഷണ രീതിയും ചർച്ചാ രീതിയും സ്വീകാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലുണ്ടായ കാലം മുതൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തിയിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോന്നിട്ടുള്ളത്. എങ്ങനെയാണ് ആ സമ്മേളനങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു നഖചിത്രം ഇവിടെ പ്രദീപ് വളരെ ഭംഗിയായി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതാണ് നടക്കുന്നത്. ഇതറിയാത്തവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയം പോരാ, അത് അതിൻ്റെ മറ്റേ അടിസ്ഥാന നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ഇടതുപക്ഷ ചിന്താഗതിക്കാരെന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവരത് ബോധപൂർവം പറയുന്നു. ഈ രീതിയിലുള്ള ചർച്ച ഇന്ത്യയിലെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തും നടക്കുന്നില്ല. CPIയിൽ ഒരു പക്ഷേ ദൂരെ നടന്നേക്കും. അല്ലാതെ മറ്റ് ബൂർഷ്വാ പാർട്ടികളുടെ രീതിയിലുള്ള ഒരു സമീപനമല്ല പാർട്ടി സമ്മേളന കാലത്തും അല്ലാത്ത കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇപ്പോൾ വയനാട്ടിലെ ഭൂസമരത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച, അതല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ പ്രവർത്തനത്തിൻ്റെ ഫലമായി പ്രായോഗികമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഉണ്ടായിട്ടുള്ള തെറ്റുകളെ വിമർശിച്ചും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തെറ്റുകൾ സംഭവിക്കുന്നത്. പ്രദീപ് പറഞ്ഞത് വിമർശനവും സ്വയം വിമർശനവും ഉള്ളൊരു പ്രസ്ഥാനമാണിത്. അത് വേറൊന്നിനില്ല. അവിടെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ടൊരു പ്രസംഗം നടത്തിച്ച് പോവുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അവിടെ അതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ് സ്വയം വിമർശനം നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ധാരണയുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഇതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വയനാട് ജില്ലയിലെ പാർട്ടി സമ്മേളനം ഇന്ന് തുടങ്ങിയപ്പോൾ അവിടുത്തെ ഏറ്റവും സജീവമായ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അവിടുത്തെ പാർട്ടി പറഞ്ഞതായിട്ട് ചില മാധ്യമങ്ങളിൽ വരുന്നത്. അത് തികച്ചും സ്വയം വിമർശനപരമായ ഒരു കാര്യമല്ലേ? അവിടെ മറ്റേ വയനാട്ടിൽ അവിടുത്തെ കർഷകരുടെയും അതുപോലെ തന്നെ അവിടുത്തെ ആദിവാസികളുടെയും പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ പാർട്ടിക്ക് ചില കാര്യങ്ങളിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടാകും. ആ പരാജയം ഇത്തരം സമ്മേളന കാലയളവിൽ അത് സ്വയം ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് അത് തിരുത്തി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ പ്രദേശത്തെ 3 വർഷക്കാല പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വൈകല്യങ്ങളും കുറവുകളും അതുപോലെ തന്നെ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ് ഈ സമ്മേളനം. തീർച്ചയായിട്ടും ഒരുപക്ഷെ മറ്റ് ഏതെങ്കിലും PK സിനിമയുടെ ചർച്ച നടക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചയോ വയനാടിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ജില്ലാ സമ്മേളനത്തിൽ അതിനല്ല പ്രാമുഖ്യം വരിക. അവിടുത്തെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ചാണ് വരിക. അതിനെക്കുറിച്ച് നല്ലതും കൂടുതൽ നന്നാക്കാനുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് പക്ഷേ ചർച്ച ചെയ്യാനായി CPMനെയോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയോ നന്നാക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് ഒരുപക്ഷെ വലതുപക്ഷ ശക്തികൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലേക്ക് ആ ചർച്ചകൾ പോകുന്നത് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ ശ്രീ SR? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ഭാഗത്ത് നിന്നിരുന്ന കുറേ
സുഹൃത്തുക്കളാണ് ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിന് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, പഴയകാല രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോഴും വടി പോലെ നടന്നോളണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല രാജ്യത്ത്. അതിനെ ആര് പറഞ്ഞാലും എത്രയോ മാറിപ്പോയിരിക്കുന്നു, കാലവും കോലവും മാറിയിരിക്കുന്നു. അതിനനുസരിച്ച് മാറാനായിട്ട് പാർട്ടിയും തയ്യാറാവണം, പാർട്ടി സഖാക്കളും തയ്യാറാവണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പുതിയ ചിന്താധാര പാർട്ടിക്കകത്ത് വളർത്തിക്കൊണ്ടുവരികയാണ്. അത് ഈ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും ശ്രീ പ്രദീപ് കുമാർ, അത്തരത്തിലുള്ള ചർച്ച വരും. ഈ വിമർശിക്കുന്നവരെങ്കിലും ചില മാധ്യമങ്ങളെങ്കിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ആത്യന്തികമായി ബംഗാളിൽ നടന്നത് കണ്ടില്ലേ, അതല്ലെങ്കിൽ മറ്റ് വർഗീയ ശക്തികൾക്ക് കൂടുതൽ സാന്നിധ്യം ഉണ്ടാകുന്നത് കണ്ടില്ലേ, ഇത് ഇവിടെ ഉണ്ടാകുന്ന ഈ തർക്കങ്ങൾ കൊണ്ടാണ്, പാർട്ടിക്കകത്ത് നടക്കുന്ന സമ്മേളനങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കൊണ്ടാണ് മറ്റുള്ളവർക്ക് ശക്തി പകരുന്നത്. ഇങ്ങനെ ഒരു ഈ വിമർശനങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യാതെ, ഇതൊന്നും പുറത്തേക്ക് അറിയിക്കാതെ ഒരു പാർട്ടിക്ക് സമ്മേളനം നടത്തി മുന്നോട്ട് പോകാനാകുമോ? എങ്ങനെയാണ് രണ്ട് വെല്ലുവിളികളെയും, പുറത്തെ വെല്ലുവിളികളെയും ഇത്തരത്തിൽ പാർട്ടി നേരിടുന്ന വെല്ലുവിളികളെയും ഈ സമ്മേളനങ്ങളൊക്കെ പാർട്ടി നേരിടുന്നത്? ഒന്നാമതായി, ഈ മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം സമ്മേളനങ്ങളിൽ നടന്നതിൻ്റെ അതേപടി ഈച്ചക്കോപ്പിയാണെന്ന് ധരിക്കരുത്. അവർ ചിലപ്പം ആരുടെയെങ്കിലുമൊക്കെയുള്ള ലൂസ് ടോക്കിലൂടെയോ മറ്റോ വരുന്ന ഒരു ചെറിയ ഒരു വശം ഒരറ്റം പിടിച്ച് പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ വികസിപ്പിക്കുകയാണ്. ചിലപ്പോൾ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പാർട്ടി ഏറ്റെടുത്ത പല പ്രശ്നങ്ങളും, പാർട്ടി പരസ്യമായി നടത്തിയ പല സ്വയം വിമർശനങ്ങളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ പ്രസ്താവനകളൊക്കെ ഉണ്ടാവും. അതിനാസ്പദമാക്കിക്കൊണ്ട് ഇന്നെന്ന രീതിയിൽ ചർച്ച വരാനിടയുണ്ടെന്ന് കണ്ടുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ മാധ്യമങ്ങൾ ചമക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം, ആലപ്പുഴയിലെ സമ്മേളനത്തിലോ വയനാട് ജില്ലയിലെ സമ്മേളനത്തിലോ എന്താണ് ചർച്ച ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതിൽ പങ്കെടുക്കുന്നവർക്കേ അറിയുള്ളൂ. അപ്പോൾ അവിടെ നടന്നു എന്ന വ്യാജേനയാണ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ചിലപ്പോൾ ആ സ്വഭാവത്തിലുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നത് കൊണ്ട് എന്താണ് അപകടം? ഒരു ചർച്ചയും നടക്കാതിരുന്നാലാണ്, വിമർശനവും സ്വയം വിമർശനവും ഇല്ലാതിരുന്നാലാണ് ഒരു പാർട്ടിയുടെ ആത്മാവ് നഷ്ടപ്പെടുക, അതിന് അധപ്പതനം ഉണ്ടാവുക. ഇവിടെ ഞങ്ങളുടെ പാർട്ടിയെ ഏതെല്ലാം തരത്തിലും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഞങ്ങൾ കരുത്തോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞങ്ങൾ തന്നെ സ്വയം ഉലയൂതി ഈ പ്രസ്ഥാനത്തെയും അതിൻ്റെ നിലപാടിനെയും കാലാകാലങ്ങളിൽ ജ്വലിപ്പിച്ച് നിർത്തുന്നത് കൊണ്ടാണ്. അത് ഈ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയുമായ രീതി വിട്ടുവീഴ്ചയില്ലാതെ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത്. അത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ സമ്മേളനത്തിലെ നടപടികളെയോ ചർച്ചയോ വികൃതമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മാധ്യമങ്ങൾ കാണുന്ന രീതിയിലല്ലാതെ ഞങ്ങളിപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സമ്മേളനത്തിൽ ചർച്ച ചെയ്ത ഏതോ അതിൻ്റെ ഒരു അംശമോ വാലോ പുറത്തു പോയി, അല്ലെങ്കിൽ പുറത്ത് അങ്ങനെയുള്ള വ്യാഖ്യാനത്തിലൂടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വിമർശനമോ സ്വയം വിമർശനമോ ചർച്ചയോ ഒന്നും ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാലങ്ങളായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള റിപ്പോർട്ട് ചർച്ച ചെയ്യേണ്ടി വരും. ശ്രീ പ്രദീപ് കുമാർ, ഇത്തരത്തിൽ ചർച്ചകളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ഒരുപക്ഷെ പുറത്ത് വരുന്നുണ്ടാകാം. ഈ മാധ്യമങ്ങളൊക്കെ എത്രത്തോളം അത് ചെയ്യുന്നു എന്നുള്ളത് പാർട്ടി നിരീക്ഷിക്കുന്നില്ലെങ്കിൽ കൂടി, പാർട്ടി പ്രവർത്തനത്തിൽ തന്നെ മുന്നോട്ട് ആണ് നോക്കി പോകുന്നതെങ്കിൽ കൂടി, നമുക്ക് സമയം കൂടി പരിമിതിയുണ്ട്, പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ വിമർശനങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ മുന്നോട്ട് പോകുമോ, അതോ അത് സ്വയം പാർട്ടി ആ വിമർശനങ്ങളൊക്കെ എത്തുന്നുണ്ട് എന്ന് തന്നെ അനുമാനിക്കാമോ? എനിക്കത് മനസ്സിലായില്ല ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്, ഒന്നുകൂടെ പറയാമോ? എന്തായാലും വിമർശനങ്ങൾ കാണാതെ പോകുമോ? അങ്ങനെ കാണേണ്ടതുണ്ടോ പാർട്ടി? പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ, ഞങ്ങളുടെ സഖാക്കൾ സമ്മേളനത്തിൽ വസ്തുനിഷ്ഠമായി ഉന്നയിക്കുന്ന വിമർശനങ്ങൾ പാർട്ടി കാണുകയും പരിഗണിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ തന്നെയാണ് പോകുന്നത്. എല്ലാ കാലത്തും അത് ആ നിലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വിമർശിക്കുന്ന ആൾ വിമർശിക്കുക മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സ്വയം വിമർശനവും അവർ നടത്തുന്നുണ്ട്. ഈ ഒരു പ്രക്രിയ ഇതിനകത്ത് തുടർച്ചയായിട്ട് നടക്കുന്നു. അപ്പോൾ അത് കാണാതെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കൂ, പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള നയരൂപീകരണത്തിൽ പോലും കേന്ദ്ര നേതൃത്വവും അവിടെ ഇരിക്കുന്ന പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ മാത്രമല്ല നയരൂപീകരണം നടത്തുന്നത്. അതിന് അവർ മുൻകൈ എടുക്കുന്നു. പാർട്ടിയിലെ എല്ലാ അംഗങ്ങൾക്കും അനുഭാവികൾക്കും എല്ലാം ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിൽ സ്വീകരിക്കേണ്ടുന്ന നയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്.
അവിടെ ഭേദഗതികൾ അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. അതെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പാർട്ടി അതിൻ്റെ ഒരു രാഷ്ട്രീയ അടവ് നയങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത്. ഓരോ കാലത്തേക്കും ആവശ്യമായ രാഷ്ട്രീയ നയങ്ങൾ രൂപകൽപ്പന നൽകുന്നത് അങ്ങനെയാണ്. വ്യക്തമാണ് ശ്രീ പ്രദീപ് കുമാർ. സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ചർച്ച എന്തായാലും വരും ദിവസങ്ങളിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും വളരെ ക്രിയാത്മകമായ രീതിയിൽ. പെട്ടെന്ന് അവസാനിപ്പിക്കാമെങ്കിൽ ശ്രീ എസ് ആർ, നമുക്ക് സമയം എക്സീഡ് ആയിരിക്കുന്നു, എന്നാലും ഒരു 10 സെക്കൻഡിൽ പറയാമെങ്കിൽ ഈ രീതിയിലുള്ള ചർച്ചയിലൂടെ മറ്റ് പാർട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ മാതൃകാപരമായി തന്നെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലനിൽക്കുന്നു എന്ന് കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ. ഈ പാർട്ടി ഇങ്ങനെയല്ലാതെ ഈ പാർട്ടിക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ എല്ലാ അംഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പാർട്ടി നേതൃത്വത്തിനെയോ പാർട്ടി അണികളെയോ അറിയിക്കാനും അതിന് സ്വാധീനിക്കാനും കഴിയുന്ന ഒരു പ്രസ്ഥാനമാണിത്. അങ്ങനെയാണിത് വളർന്നു വന്നിട്ടുള്ളത്. 5-10 ആളുകൾ ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനമായി മാറിയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി തന്നെയാണ്. തീർച്ചയായിട്ടും അതിനൊരു ഏക സ്വരം മാത്രമായിരിക്കില്ല, ബഹുസ്വരങ്ങൾ ഉണ്ടാകും, അതിനകത്ത് തർക്കങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ചർച്ചകൾ ഉണ്ടാകാം. അതാണ് ശ്രീ എസ് ആറും വിലയിരുത്തുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പ്രദീപ് കുമാർ, ശ്രീ എസ് ആർ.